നാളികേര വില കുതിച്ചുയരുമ്പോഴും വിളവില്ലാതെ കർഷകർ ദുരിതത്തിലാണ്. തെങ്ങുകൾക്ക് രോഗങ്ങൾ പിടിപെട്ടതാണ് പ്രധാന കാരണം. വലിയ തെങ്ങിൻ തോപ്പുകൾ ഉണ്ടായിരുന്ന പാലക്കാട് ജില്ലയിലെ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമാണ്. പച്ച ഓലകളാൽ സമ്പുഷ്ടമായിരുന്ന തെങ്ങിൻ തോപ്പുകളെല്ലാം കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ്. തെങ്ങുകൾക്ക് വ്യാപകമായി പിടിപെട്ട രോഗങ്ങളാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. മണ്ടച്ചിയൽ, വെള്ളീച്ചകളുടെയും ചെള്ളിന്റെയും ശല്യം, മഞ്ഞളിപ്പ് രോഗം എന്നിവയാണ് തെങ്ങുകളെ വ്യാപകമായി ബാധിച്ചത്. രോഗബാധ മൂലം പാലക്കാട് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ തെങ്ങിൻ തോപ്പുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കർഷകരുടെ ജീവിതമാർഗവും. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും മാർക്കറ്റിൽ നല്ല വിലയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ കർഷകരെ സംബന്ധിച്ച് ഇത് കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 100 തേങ്ങ കിട്ടുന്നവിടെ 25 തേങ്ങയെ കിട്ടുന്നുള്ളൂ. ഈ വെള്ളീച്ച ശല്യം വളരെ രൂക്ഷമാണ്. അതിന് പുറമെ തന്നെ കാറ്റ് വീഴ്ചയുടെ ലക്ഷണവും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു മരുന്നും അതിൻ്റെ ഉള്ള ഒന്നും തന്നെ മാർക്കറ്റിൽ ഇല്ല. ഏതെങ്കിലും എല്ലാം കുറേ പറയുന്നുണ്ട്, അതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭേദമാകണമെന്നില്ല. കള്ളുചെത്തിനായി മറ്റു ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന ചെളി കൂമ്പിൽ തേച്ചതിനാലാണ് അണുബാധ ഉണ്ടായത് എന്നാണ് കർഷകർ പറയുന്നത്. നിലവിലുള്ള തെങ്ങിൻ തോപ്പുകളിൽ ജാതിക്ക, കവുങ്ങ് എന്നിവ ഇടവിളയായി കൃഷി ചെയ്താണ് വരുമാന മാർഗം കണ്ടെത്തുന്നത്. തെങ്ങുകൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്കും കർഷകർ മാറി. തെങ്ങുകളെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പഠനം ആവശ്യമാണെന്നും കർഷകർ പറയുന്നു. ഈ നാളികേര കൃഷിക്കാരനെ സംബന്ധിച്ച് ഈ രോഗം ചിറ്റൂർ താലൂക്കിൽ കണ്ടു തുടങ്ങിയിട്ട് 10-15 വർഷമായി. ഇത് സംബന്ധിച്ച് കാർഷിക ഗവേഷണ കൃഷി വകുപ്പോ പിന്നെ യൂണിവേഴ്സിറ്റികളോ വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രതിവിധി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം തെങ്ങിൻ തോട്ടങ്ങളിൽ തെങ്ങുണ്ട് എന്നല്ലാതെ കണ്ടിട്ട് അതിൽ തേങ്ങയില്ലാത്ത സ്ഥിതിയാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ തെങ്ങ് കർഷകരൊക്കെ തെങ്ങ് കൃഷിയിൽ നിന്ന് മാറിയിട്ട് ആ തെങ്ങിൻ തോട്ടങ്ങളിൽ ഇപ്പോൾ മാട് വളർത്തുന്നതും പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് കൃഷി മാറിയിരിക്കുകയാണ്. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ 5 വർഷത്തോളമായി വെള്ളീച്ചകളുടെ ശല്യം രൂക്ഷമായിട്ട്. തെങ്ങോലയുടെ അടിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകൾ നീര് ഊറ്റി കുടിക്കും. ഓലകൾ നശിക്കുന്നതിനൊപ്പം നാളികേരത്തിന്റെ ഉൽപാദനവും കുറയും. വെയിൽ കൂടുമ്പോഴാണ് ഈച്ചകളുടെ വംശവർദ്ധന ഉണ്ടാകുന്നത്. വെള്ളീച്ചയുടെ കാഷ്ടവും അവശിഷ്ടവും ഇടവിള കൃഷിക്കും ഭീഷണിയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.